എൻ്റെ കൂടിയേക്ക് പോകാനാവുമ്പോൾ എനിക്ക് നീച്ചാനും ഒരുങ്ങാനൊന്നും ഒരു മടിയില്ല. എത്ര എളുപ്പം കൊണ്ടാണ് എൻ്റെ നീച്ചലും കുളിച്ചലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞത് എന്നാണ് ഇക്കെന്ന് പറയുന്നത് കേട്ടോ. രാവിലെ അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അമ്മായിയൊക്കെ വരുന്നത്, ഇജും ബാബും പറ്റുമെങ്കിൽ വാവ് കാരണങ്ങാണ്ട് കേട്ടോ. ഇക്കാക്ക് ഇന്ന് ട്രിപ്പ് ഉണ്ട് കാരണം, അങ്ങക്ക് ട്രിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രിപ്പ് പോയിക്കോളി, ഞാൻ ബസ്സിന് പോയിക്കോളായിരുന്നു. ആ കുട്ടീനെയും കൊണ്ട് ബസ്സിന് പോകണ്ട കാരണങ്ങാണ്ട് ഇക്ക വേഗം തന്നെ വീട്ടിലേക്ക് ആക്കി തരാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴേക്കും അമ്മായിയൊക്കെ വരുന്നുണ്ടായതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞാൻ നേരെ സ്റ്റോർ റൂമിൽ കയറി. എന്തേലുമൊക്കെ തടയാതിരിക്കൂല. ഇപ്പോഴത്തെ ആവശ്യത്തിന് ഇത് മതി. അരിനെല്ലിക്ക ഉപ്പിലിട്ടത് കേട്ടോ. ഈ അരിനെല്ലിക്കൻ്റെ തൈ ഉണ്ടല്ലോ, ഞാൻ തന്നെ കൊടുന്ന് ഞാൻ തന്നെ നട്ടുണ്ടാക്കിയതാട്ടോ. അന്ന് ആ തൈയിന് 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇക്ക തിരിച്ചു പോയിട്ടോ. അതിൻ്റെ ഇടയിൽ ഉമ്മ എടുത്ത മാക്സിയൊക്കെ ഉമ്മ എനിക്ക് കൊടുന്ന് കാണിച്ചു തന്നു കേട്ടോ. അത് നോക്കുന്നതിൻ്റെ ഇടയിലാണ് ചെറിയാപ്പ് വന്നത്. നോക്കട എല്ലാവർക്കും ഒന്ന് ചോറുന്ന് പറഞ്ഞങ്ങാണ്ട് ഉമ്മ ചോറ് എടുത്തുട്ടോ. ഞാൻ വീണ്ടും അടുത്ത റൗണ്ട് ചോറൊക്കെ തിന്നിട്ടോ. ചെറിയാപ്പൂന് ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, കന്നാച്ചടത്തിൻ്റെ. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ചോറൊക്കെ എടുത്ത് വെച്ചിട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ സിറ്റ് ഔട്ടിൽ ഘോരമായി ചർച്ച നടക്കുകയാണ്. കല്യാണത്തിന് ആരൊക്കെ വിളിക്കുന്നുണ്ട്, എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെ ഓരോ ചർച്ചകൾ കേട്ടോ. അപ്പൂസിനെ ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് കുപ്പിയിൽ കുറച്ച് പാലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചെറിയാപ്പൊക്കെ പോയിങ്ങാണ്ടാണ് ഈ കുപ്പിയും പാലൊക്കെ വാങ്ങി വന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കണതിൻ്റെ ഇടയിലാണ് അമ്മായി ഇപ്പാക്കും ഷർട്ടിനുള്ള തുണിയൊക്കെ വാങ്ങിയിട്ടുണ്ടോ. എനിക്കൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതുപോലെ ഒരു ആങ്ങളെയും പെങ്ങളും ഇല്ല ബോണ്ടാണല്ലോ. ഇത് കൊടുക്കാത്ത ഒരു മോശം നല്ല കേട്ടോ പറയുന്നത്, എന്നാലും അത് കൊടുത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഓരൊക്കെ പോകാനായപ്പോഴേക്ക് സോണി വന്നിട്ടുണ്ടായിരുന്നു. സോണി മിഠായിയൊക്കെ കൊടുക്കുന്ന സന്തോഷത്തിലാണ് കേട്ടോ അപ്പൂസ്. അങ്ങനെ സോണിയും ഫുഡൊക്കെ കഴിച്ചിട്ടോ. അപ്പോഴേക്കും അമ്മായിട്ടും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാമ്മയും ജൂജും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു, ഓര് പോവാണെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ ഓരൊക്കെ പോയപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു, അടുക്കളയിൽ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകിട്ടോ. ഫുള്ള് ക്ലീൻ ആക്കിട്ടോ. ഈവനിങ്ങിൽ റിച്ചും സാനും അതിനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കളിയേനി. പിന്നെ മരിപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഓല് പോയത് കേട്ടോ. അപ്പൂസ് ഉപ്പാനായിട്ട് ഓരോന്ന് അലമ്പാക്കി കുത്തിരിക്കുകയാണ്. ഇനി മെല്ലെ ഉറക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാ നാളെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.